ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചത് ആവറേജ് അമ്പിളിയിലെ അമ്മയുടെ റോളാണ്. അതിലെ ഡയലോഗ് നമ്മൾ ഇപ്പോഴും മറ്റേ ഇൻസ്റ്റഗ്രാം ഒക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിലിങ്ങനെ വരും മോട്ടിവേഷണൽ സാധനങ്ങൾ. നീ സ്വന്തമായി തീരുമാനമെടുക്കണം അമ്പിളി എന്നൊക്കെ പറയുന്ന, മകൾ ഉപദേശിക്കുന്ന, എനിക്ക് ചെയ്യാൻ പറ്റിയില്ല നീ എങ്കിലും ചെയ്യണം എന്നൊക്കെ പറയുന്ന ഡയലോഗ് ഉണ്ട്. അമ്പിളി ഇതുപോലെ ഭയങ്കര ലക്കായിട്ട് തന്നെ എനിക്ക് കിട്ടിയതാണ്. അമ്പിളിക്ക് ആ സമയത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വെബ് സീരീസും കൂടിയാണ്. പിന്നെ അത് കാരണം കരിക്കില് ഭയങ്കര തമാശ സീരീസുകൾ വന്നുകൊണ്ടിരുന്ന സമയത്ത് അവര് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു, അതും വുമൻ സെൻട്രിക് ആയിട്ടുള്ള ഒരു സാധനം ചെയ്തു എന്നുള്ളത്. കാരണം അവരുടെ ടീമിലെല്ലാം കൂടുതൽ ആൺകുട്ടികളാണ്, എല്ലാം ഫൺ രീതിയിലുള്ള കണ്ടന്റ് ആണ് വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് കരിക്ക് ഫ്ലിക്കിന്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഭയങ്കര മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു സീരീസ് വരിക എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്ത ഒരു സാധനമാണ്. അതിലെ ഈ പറഞ്ഞ എല്ലാ ക്യാരക്ടേഴ്സിനും കുറെ നല്ല ഡയലോഗ്സും നല്ല ഒരു ആർക്കും ഉണ്ടായിരുന്നു. അതിലേതെങ്കിലും ഡയലോഗ് ഓർമ്മയുണ്ടോ? ഡയലോഗ് നിങ്ങളുടെ അണ്ടർവെയർ വരെ അലക്കി തരുന്ന ഞാനാ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ തന്നെയാണ് ഈ മോളോട് പറയുന്ന ഒരു ഡയലോഗും ഉള്ളത്. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യം അച്ഛനമ്മയും പറയുന്ന അനുസരിച്ചാണ് ജീവിച്ചത്. പിന്നെ കല്യാണം കഴിഞ്ഞ് വേണൂട്ടം പറയുന്ന അനുസരിച്ച് ജീവിച്ചു. നിന്റെ ചേച്ചിയാണെങ്കിലും ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ടും കല്യാണം കഴിഞ്ഞ് ഇപ്പോഴും ഹസ്ബൻഡിനോട് അനുവാദം ചോദിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യണം, അതിന് വേറെ ആരുടെയും കാര്യം നോക്കേണ്ട ഇതില്ല, നിന്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്താൽ മതി എന്നൊരു അമ്മ പറയുന്നൊരു ഡയലോഗ്. ഈ രണ്ട് ഡയലോഗ്സാണ് അതിൽ എനിക്ക് വളരെ മൈലേജ് തന്ന ഡയലോഗ്സ്. അത് അവിടെ ഇരുന്ന് അപ്പം എഴുതിയ ഡയലോഗാണ് കേട്ടോ. കാരണം ഒരു 1 ലൈൻ പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആദ്യം ബാക്കി നമ്മുടെ ടീമിലെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഈ നിങ്ങളുടെ അണ്ടർവെയർ വരെ അലക്കി തരുന്ന ഞാനാന്ന് പറയുന്ന ഈ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് സംസാരിക്കുമോ എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അതാണ് അവിടെ സൂട്ടബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഡയലോഗ്. കാരണം അത് ഒരുപാട് സ്ത്രീകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ സംഭവം.